നമുക്ക് തലശ്ശേരി ദം ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമുക്ക് ആദ്യം ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ആദ്യം നമുക്ക് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് 2 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മുന്തിരി നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കത് വറുത്ത് കോരിയെടുക്കാം. അത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമുക്ക് കാഷ്നട്ട് വറുത്ത് എണ്ണയിൽ വറുത്ത് കോരി എടുത്ത് വയ്ക്കാം. ഇതും ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ സവാള പൊടിയായി അരിഞ്ഞത് നമുക്കതിനകത്തേക്ക് ഇട്ട് വറുത്ത് കോരിയെടുക്കാം. ഇത് നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴാണ് നമ്മളത് വറുത്ത് കോരിയെടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ ബ്രൗൺ കളർ ആകുമ്പോൾ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എണ്ണയിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫും കൂടെ ചേർത്ത് നമുക്ക് അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് സവാളയും കൂടെ ചേർത്ത് നമുക്ക് ഇത് റൈസിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ക്യാരറ്റും എല്ലാം കുറച്ചൊരു വേവായി വരുന്ന സമയത്ത് നമുക്ക് ബിരിയാണി റൈസ് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്നത്. അതായത് അരി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമെല്ലാം വറ്റുന്ന വരെ, അരിയിലുള്ള വെള്ളമെല്ലാം ഇതാവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
നമുക്ക് അരിയെല്ലാം ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാനൊക്കെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മളതിനകത്തേക്ക് ഇതിനകത്ത് നമുക്ക് 1 ഗ്ലാസ് അരിക്കാണ് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്ക് അതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറുനാരങ്ങ കൂടെ പിഴിഞ്ഞ് കൊടുക്കാം അതിനകത്തേക്ക്. നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു തക്കാളി, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിനകത്ത് ബിരിയാണി മസാലയും കൂടെ ചേർത്ത് നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാകുമ്പോഴത്തേനും നമുക്ക് ഇപ്പുറത്ത് നമുക്ക് ബിരിയാണി മസാല ഉണ്ടാക്കാം. അതിന് നമ്മളൊരു കുക്കർ വെച്ച് അടുപ്പത്ത് വെച്ച് നമുക്കതിനകത്തേക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലാണ്, നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. സൺഫ്ലവർ. അതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് ബാക്കി നമുക്ക് അതിനകത്തേക്ക് സവോള, ബാക്കിയുള്ള സവോള വറുത്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള സവോള നമുക്കതിനകത്തേക്ക് ചേർക്കാം. മസാലയ്ക്കുള്ളതാണ്. പിന്നെ ഞാനിവിടെ ഒരു 4 സവോളയാണ് എടുത്തേക്കുന്നത്. അതൊന്ന് നന്നായി വഴറ്റുന്ന വരെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം. നമുക്ക് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്ക് ഇളക്കാം. സവള നമുക്ക് ഒരുപാട് ഇനി നമുക്ക് അതിനകത്തേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി കൂടെ ചതച്ചതും കൂടെ ചേർത്ത് വെക്കാം. നമുക്കിതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പിലയും മല്ലിയില, പുതിന നമുക്ക് അറിയാം. മല്ലിയില നമുക്ക് കുറച്ച് തോന എടുക്കണം. പുതിന നമുക്ക് കുറച്ചെടുത്താൽ മതി. അത് നമുക്ക് ആ ഒരളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഈ ഒരു ഇലയുടെ പച്ചമണം കൂടെ മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാൻ. നമ്മളിട്ട് ഇലയുടെയൊക്കെ പച്ചമണമൊക്കെ മാറുമ്പോഴത്തേനും ഒരു 3 തക്കാളി നമ്മൾ അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ അളവ് പറയുന്നത് 1 കിലോ അരിയുടെ അളവാണ്. നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. ബിരിയാണി മസാല നമുക്ക് ചേർക്കാം. ഞാനിവിടെ ഒരു 2 സ്പൂണ് ബിരിയാണി മസാലയാണ് ചേർക്കുന്നത്. അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി നമുക്ക് ഒരുപാട് വേണ്ട, നമുക്ക് കുറച്ച് മതി. എല്ലാം ചേർത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതൊന്ന് ഇതായി വരുമ്പോൾ നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ മഞ്ഞൾപ്പൊടിയും തൈരും കൂടെ ചേർത്ത് വെച്ച് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ നമുക്ക് അതിലേക്ക് ചേർത്തിട്ട്
നമുക്ക് കുറച്ച് വെള്ളം മതി, കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. നമ്മുടെ റൈസ് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് റൈസ് നന്നായി വേവ് കറക്റ്റ് അളവിലാണ് വേവായേക്കുന്നത്. നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫാക്കാം. നമുക്ക് പാകം വേവാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ രീതിക്ക് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് വേവായിട്ട് നമുക്ക് എടുക്കാം. ഈ ഒരു ലഗൻ ചിക്കൻ ആയതുകൊണ്ടാണ് നമ്മൾ ഒറ്റ വീട്ടിലാക്കിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബ്രോയിലറാണെങ്കിൽ നമുക്കൊരു 2 വിസിൽ മതി. അതായിട്ടുണ്ട്. അപ്പം മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതാണ് നമ്മൾ പിന്നെ തിളപ്പിച്ചത്. അപ്പോൾ നമുക്ക് മസാല നമുക്ക് വേറൊരു പാൻ എടുത്ത് അതിൻ്റെ ഇടയിലേക്ക് നമ്മളൊരു കുറച്ച് വാഴൻ്റെ ഇട്ട് നമുക്ക് അതിൻ്റെ മേലെ നമുക്ക് അത് വേണം നിർബന്ധമില്ല. നമുക്ക് ഞാനത് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലേക്ക് ആ ഒരു മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ വേണം നമ്മൾ ലെയറിലായിട്ട് നമ്മൾ ബിരിയാണി റൈസ് ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ ദമ്മിടുന്ന സമയത്ത് നമ്മൾ ലെയറായിട്ടാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ മസാല ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ വേണം റൈസ് ഇടാൻ വേണ്ടി. ഞാനിവിടെ ഫസ്റ്റ് ലെയറാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഫസ്റ്റ് ലെയറിൽ നമ്മളത് റൈസ് മുഴുവൻ അതിൻ്റെ മേലെ ഇട്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് ബിരിയാണി മസാല വിതറി കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ, പിന്നെ കുറച്ച് നമുക്ക് നെയ്യും കൂടെ ചേർത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം റൈസിൻ്റെ മേലേക്ക്. പിന്നെ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ച സവോളയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മേലെ നമ്മൾ റൈസ് സെക്കൻഡ് ലെയർ ഇടുകയാണ്. അങ്ങനെ ലെയറായിട്ട് നമ്മൾ ചെയ്യാം. ഇതാണ് ആ ലെയർ കംപ്ലീറ്റ് ആയാലും നമ്മളിങ്ങനെ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ നമ്മളിങ്ങനെ അതിൻ്റെ മേലെ പൊടി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല എല്ലാം കൂടെ ചേർത്ത് നെയ്യും ചേർത്ത് വറുത്ത് കോരി വെച്ച സവാളയും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ അതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏറ്റവും ടോപ്പിലാണ് നമ്മൾ വറുത്ത് കോരി വെച്ച മുന്തിരി, കാഷ്യൂ നട്ടൊക്കെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ലെയർ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ റൈസ് തീരുന്ന വരെ നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യണം. ഈ ഒരു ലെയറും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ലെയറും കൂടെ കഴിഞ്ഞാൽ നമുക്കത് മൂടി വെച്ച് ഒരു വെയിറ്റ് മേലെ വെച്ച് നമുക്കത് 10 മിനിറ്റോളം സ്പീഡിലും 10 മിനിറ്റ് സ്ലോയിലും വെച്ച് നമുക്കത് ഒരു അരമണിക്കൂറോളം നമുക്ക് വേവിച്ചെടുത്ത് നമുക്കത് ദമ്മാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് അത് രണ്ടും ഒരു 2 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ചെയ്ത് നമുക്ക് മസാല വേറെ റൈസ് വേറെ ആക്കി മാറ്റിയെടുക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.